സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെല്ലാവരും നമ്മളെ പിന്തള്ളിയില്ലേ. പോലീസ് ആയതിനു ശേഷം എന്തു ഒലക്കെയാണ് കൊച്ചിക്ക് ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യൻ നാടാർ എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിവസൂര്യയുടെ പിതാവ് ശിവയുടെ പേരിൽ 14 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് കപ്പലണ്ടി വിറ്റ് നടന്നത്, അല്ലെങ്കിൽ ഐസ്ക്രീം വെച്ചത്, പിന്നെ എന്തിനാ കഷ്ടപ്പാടിന്റെ കഥകൾ മീഡിയയുടെ മുന്നിൽ പറഞ്ഞെന്നൊക്കെയാണ്. അയാൾ ഇറക്കി വിടുന്ന അന്നും ഞാൻ അയാളുടെ ഒരു സാധനമോ ഒരു പൈസയോ ഒരു ഇത് വഴിയാതെ ഉടുത്തിരുന്ന വേഷത്തിൽ മാത്രമാണ് അവിടെ ഇറങ്ങുന്നത്. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള കച്ചവടമാണെന്നോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജീവിത സാഹചര്യമാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ഫാമിലിയിലെ ആരോ ഒരാള് ഈ അഡ്വക്കേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലല്ലോ. ഞങ്ങൾക്ക് യാതൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വെറുതെ ഭർത്താവും വേണ്ട, മോനും വേണ്ട, കൊച്ചുമക്കളും വെറുതെ വിടുക. ഒന്നിനും വരത്തില്ല, നിങ്ങളെ വെറുതെ വിടുക. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങളൊക്കെ കണ്ടു പരിചയമുള്ള ഒരു മുഖമുണ്ടായിരിക്കാം. നമ്മുടെ കൊച്ചി സിറ്റിയുടെ സ്പന്ദനമായി മാറിയ ആനി ശിവയെ ആരും മറന്നു കാണില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആനി ശിവയുടെ മാതാവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോടൊപ്പം പറയാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചറിയാനുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള എൻ്റെ ഒരു അന്വേഷണത്തിനാണ് എനിക്ക് അതിനകത്തുള്ള സാഹചര്യങ്ങളിൽപ്പെട്ട ആനി മേഡത്തിൻ്റെയും അതുപോലെ അമ്മയുടെ അടുത്തും എനിക്ക് എത്താൻ കഴിഞ്ഞത്. അതിൻ്റെ വാസ്തവം, ആ പോസ്റ്റിലുള്ള വാസ്തവ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നിലുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിലായിട്ടാണ് ഞാൻ ഈ അമ്മയിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം അമ്മ. അമ്മയുടെ പേരെന്തായിരുന്നു? പങ്കജം. പങ്കജം. അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്? കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴി. കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴി. നെല്ലിക്കാക്കുഴി. ഏതാ ജില്ല? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയില്. അമ്മയുടെ ഹസ്ബൻഡിന്റെ പേര്? ശിവാനന്ദൻ. ശിവാനന്ദൻ. മകള് ആനി ശിവ. അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. മറ്റൊരാള്? അനു എസ് പി. ഓക്കെ. അമ്മയുടെ മകൾക്ക് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും? 32 തീർന്നു. 32 തീർന്നു, 33ാമത്തെ വയസ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പം ഞാനൊരു ഫോട്ടോ അമ്മയ്ക്ക് കാണിച്ചു തരാം. അമ്മയ്ക്ക് ആ ആളെ വല്ല പരിചയം ഉണ്ടോ എന്നൊന്ന് പറയണം. ഈ ഫോട്ടോയിൽ കാണുന്ന ഒന്ന് മകളാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ വല്ല പരിചയം ഉണ്ടോ? ഒന്ന് മകളാണ്. മറ്റേ സ്ത്രീയെ വല്ല പരിചയം ഉണ്ടോ? ഇല്ല. അപ്പൊ അമ്മ, ഈ ഒരു ആളുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആനി മേഡത്തെ കുറിച്ചിട്ട് ഒരുപാട് പരാമർശങ്ങൾ, അല്ലെങ്കിൽ ആനി എന്ന പോലീസ് ഓഫീസർ കൊച്ചിയിൽ എന്ത് ചെയ്യുന്നു, പോലീസ് ആയതിനു ശേഷം എന്തു ഒലക്കെയാണ് കൊച്ചിക്ക് ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. മേ ബി നമ്മളിപ്പോ അറിയപ്പെടുന്ന ഒരു ആനി ശിവ എന്ന് പറഞ്ഞാൽ നല്ല ബ്രില്യൻ്റ് ആയ ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളിക്കാരി എന്തൊക്കെ ചെയ്യുന്നുള്ളതെന്ന് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യകത ഇല്ല. അത് പോലീസ് സ്റ്റേഷനുള്ളിലും ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അവർ ഒന്നും ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വേറെ 1-2 കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ആളുടെ കാസ്റ്റ്, ഇപ്പൊ നമ്മൾ ആരുടെയും കാസ്റ്റ് പുറമേ പറയേണ്ട ഓരോ ആവശ്യകതയും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ കാസ്റ്റ്? എന്താണ് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും ഹിന്ദു നാടാറിൽപ്പെട്ട ആള് എങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റിലെത്തി, അവിടെ എന്തോ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്തായിരുന്നു അമ്മേ? ഞങ്ങൾ, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും SIUC ക്രിസ്ത്യൻസ് ആണ്. ഓക്കെ. നേരത്തെ 1940 മുന്നേ എല്ലാവരും. പിന്നെ എൻ്റെ മകൾ ക്രിസ്ത്യൻസ് ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ നാടാർ SIUC ക്രിസ്ത്യൻസ് ആയത്. ഓക്കെ. അമ്മയുടെ ജാതിയിൽ നിന്നാണ് അപ്പൊ ഈ ഒരു നാടാർ ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു രീതിയിലോട്ട് പോയിരിക്കുന്നത്. അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണോ? അല്ല. നേരത്തെ സാധാ എന്റേത് ലവ് മാരേജ് ആയിരുന്നു. അമ്മയുടേത് ലവ് മാരേജ് ആണ്. ഓക്കെ. ഹസ്ബൻഡിന്റെ പേര് ശിവാനന്ദനുമായിട്ട് അമ്മ ലീഗൽ നിയമപ്രകാരം വിവാഹിതയാണ്. 84 വിവാഹിതയായിരുന്നു. ഓക്കെ. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇപ്പം അടുപ്പമുണ്ടോ? അതെ. ഇല്ല. 4 വർഷം ആകാൻ പോകുന്നു. 4 വർഷമായിട്ട് വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുന്നുണ്ട്. ഓക്കെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയത്?
പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. എൻ്റെ മകള് SIയുടെ ട്രെയിനിങ് സമയത്തായിരുന്നു ഈ സംഭവം. 2019 ആഗസ്റ്റ് 5-ാം തീയതി ഇതേപോലെ അവളുടെ മകനെ ഒരു വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ട് നിർത്തിയിരുന്നപ്പോൾ അവിടെയുള്ള സാഹചര്യം മോശമായതിനാൽ ഒരു സാറിൻ്റെ ഏർപ്പാടിൽ എൻ്റെ വീട്ടിൽ അവളുടെ കുഞ്ഞിനെ വരികയും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശിവസൂര്യ എന്ന് പറയുന്ന മകനെ കൊച്ചുമകനെ കയറ്റാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മകനെ ഇറക്കി വിട്ടപ്പോൾ അമ്മുമ്മയായ ഞാൻ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവനെ കൊണ്ടുവിടാൻ ഒരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടും അവനെ നോക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടും ഞാൻ കൂടെ പോയി, അവൻ്റെ കൂടെ പോയി. അതായത് ഈ പറയുന്ന ആനി ശിവയ്ക്ക് ട്രെയിനിങ് സമയത്ത്, പോലീസിന്റെ ട്രെയിനിങ് സമയത്ത് സ്വന്തം കുഞ്ഞായ ആനി ശിവയുടെ മകൻ അല്ലെങ്കിൽ ഈ അമ്മയുടെ കൊച്ചുമകനെ വീട്ടിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഓൾറെഡി വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പുറത്തിറക്കി, കുഞ്ഞിനെ പുറത്തിറക്കി. അന്ന് കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. ആ പ്രായത്തിൽ കുട്ടിക്ക് 10 വയസ്സ് കഴിഞ്ഞ് 11 വയസ്സ്, അതായത് 3 വർഷത്തിന് മുൻപ് ആ ഒരു സാഹചര്യം വന്നപ്പോ അമ്മ കുഞ്ഞിനോടൊപ്പം പുറത്തിറങ്ങി വന്നു. ഓക്കെ. പിന്നെ അമ്മ ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടോ? പിന്നീട് ഡിവോഴ്സ് നോട്ടീസ് പോയപ്പോൾ 2021 ജനുവരി 19-ാം തീയതി ജില്ലാ കോടതിയിൽ ഇതിന് വച്ചിരുന്നു, അതിൻ്റെ പേര് ഹിയറിങ്ങിന് വെച്ചിരുന്നു. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് മാറ്റിവെച്ചു. അപ്പോൾ ഫേസ് കണ്ടു. കണ്ടിട്ട് യാതൊരു റെസ്പോൺസിബിലില്ലായിരുന്നു. അയാളുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. അന്ന് വൈകിട്ട് തന്നെ എറണാകുളത്തേക്ക് ട്രെയിൻ കയറി ഞാനിങ്ങ് പോയിരുന്നു. അതിൽ പിന്നെ ഇന്ന് വരെ യാതൊരു ഇതില്ല. അന്ന് മുതൽ മകളോടൊപ്പമാണ്. അപ്പൊ അമ്മ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഒരു ജാതിയുടെ ഒരു സംഭവം വന്നിരിക്കുന്നതിനകത്ത് അത് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയുടെ കയ്യിലുണ്ടോ? ഇപ്പൊ ആനി ശിവ എന്ന് പറയുന്ന ലേഡി കള്ളത്തരത്തിൽ കൂടി പോലീസിൽ കയറിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ടല്ലോ. ഈ പറയുന്ന പോസ്റ്റിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആനി ശിവയുടെ SSLC ബുക്കാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആനി SP ക്രിസ്ത്യൻ നാടാർ എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാസ്റ്റ്. ഓക്കെ. അതുപോലെ വേറൊരു സർട്ടിഫിക്കറ്റ് അമ്മ തന്നിരിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റിനകത്ത് ശിവാനന്ദൻ P അച്ഛന്റെ നെയിം കൊടുത്തിരിക്കുന്നുണ്ട്, ശിവാനന്ദൻ P. അതിനകത്ത് ഈ അച്ഛൻ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് നാടാർ CSI ക്രിസ്ത്യൻസ് എന്ന് ഇതിനകത്തും എഴുതിയിട്ടുണ്ട്. ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്, സ്കൂളിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ കള്ളത്തരത്തിൽ കൂടി ഉണ്ടാക്കി എന്നാണ് ആ പോസ്റ്റിന്റെ താഴെ വന്നിരുന്ന ഒരു പരാമർശം. പക്ഷെ ഇതിന്റെ ഒറിജിനലാണിത്. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി ആളുടെ കാസ്റ്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഇതാണെന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ഇപ്പം മാഡം തന്നിട്ടുണ്ട്, അതായത് അമ്മ തന്നിട്ടുണ്ട്. ഇനി അമ്മയോട് എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ലേഡി ഇതുപോലെ ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റ് അമ്മ കണ്ടുകാണോന്ന് എനിക്ക് അറിയില്ല, ഒരു പോസ്റ്റ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതിനകത്ത് കുറെ വോയിസ് ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ വാസ്തവം ഒന്നും അറിയില്ല. അപ്പൊ അതിന്റെ വാസ്തവം തേടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് മകള് ഇപ്പൊ ആനി ശിവയുടെ പല ഇന്റർവ്യൂസിലും ഞാൻ കേട്ടിരുന്നു, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അമ്മ ഒരുപാട് സഹായിച്ചെന്നു ആനി തന്നെ പല ഇന്റർവ്യൂസിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമ്മ സഹായിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം, എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അവളും കൊച്ചും വല്ലപ്പോഴും ഒക്കെ എന്നെ വിളിക്കുമായിരുന്നു അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്. അപ്പോൾ വിളിക്കുമ്പോൾ ആഹാരം എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആരും കാണാതെ തന്നെ സഹായിക്കുമായിരുന്നു, ഫോൺ ചെയ്യുമായിരുന്നു. എന്താണ് അത്രമാത്രം ആരും കാണാതെ സഹായിക്കേണ്ട ഒരു സാഹചര്യം? അച്ഛനോ എൻ്റെ മകനോ വേറെ ഉള്ള ആർക്കും അങ്ങനെ താല്പര്യം ഇല്ല, സഹായിക്കുന്നതോ ഫോൺ ചെയ്യുന്നതോ ഒന്നും ആർക്കും ഇഷ്ടമുള്ളതല്ല. അതിന്റെ ഒരു കാരണം എന്താണ്? കാരണം അവൾ ലവ് മാരേജ് ചെയ്തിങ്ങനെ പോയത് കൊണ്ടുള്ള വൈരാഗ്യം കൊണ്ടാണ് അവരാരും അവളുമായിട്ടുള്ള ഒരു കാരണവും. ഈ ആള് ലവ് മാരേജ് ചെയ്ത ഒരു 18-17 വയസ്സിലല്ലേ ലവ് മാരേജ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പക ഇതുവരെയും പോയിട്ടില്ല. അവര് പറയുന്നതെല്ലാം നമ്മൾ ഓക്കെ പറഞ്ഞ് ഇത്രയും കാലം ജീവിച്ചു, 35 വർഷം അങ്ങനെ ജീവിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഗതി വന്നല്ലോ. അവളുടെ കാര്യം എന്തെങ്കിലും പറയുന്നത് ആർക്കും ഇഷ്ടമില്ല, വീട്ടിലാർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് അവളുടെ കാര്യമൊന്നും ആരുമായി ഡിസ്കസ് ചെയ്യാറുമില്ല. ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് മാത്രം കഴിവുള്ള മകളെന്നുള്ള രീതിയിൽ ആഹാരമായാലും മറ്റുള്ള രീതിയായാലും അവളെ സഹായിക്കുമായിരുന്നു, ആരും അറിയാതെ. അതൊക്കെയാണോ അമ്മയുടെ ഈ ഒരു വിഷമത്തിന് കാരണമായത്? ഏറ്റവും സത്യം.
സത്യം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ഈ പറഞ്ഞ ആനീനെ സ്വന്തം മകളെ നോക്കി എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ആഹാരമായിട്ടോ എന്തെങ്കിലുമൊക്കെ സഹായിച്ചെന്നുള്ള രീതിയിലാണ് അമ്മ ഇത്രമാത്രം ഉപദ്രവിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണോ അമ്മയുടെ ഈ മുഖത്ത് കാണുന്ന അടയാളം ഒക്കെ, ഈ പല്ലൊക്കെ പോയിരിക്കുന്നത് തന്നെയാണോ? അങ്ങനെ പോയത്. മകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് എന്നും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാര്യം അവളെ കുറിച്ച് അധികം പറയാറില്ല. എതിർച്ചയായിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവിക്കും, വീട്ടിലെ പ്രശ്നമാക്കും. അതുകൊണ്ട് പിന്നെ ഇറങ്ങുന്നത് വരെ അവളുടെ പോയതാണോ ഈ പല്ലൊക്കെ? അതെ, അങ്ങനെ പോയതാണ്. അത് 1-2 പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. അത് മകളെ റോഡെ അവള് പോയാൽ മതി, പിന്നെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നെ കാണാൻ വേണ്ടി വന്നതാണ്, മറ്റതാണ് മറിച്ചതാണ്. എന്നാൽ ഇതിനൊന്നിനും മറുപടി ഞാൻ പറയാറില്ല. ഒന്നും പറയാറില്ല, ഒരു കാര്യം പറയാറില്ല. എന്തോ പോലെ വീട്ടിനകത്ത് അങ്ങനെ അടച്ചുപൂട്ടിയ ഒരു ഇതേപോലെ ഒന്നിനും അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. അത് ഈ 35 വർഷം കൊണ്ടും അങ്ങനെ തന്നെ അവരുടെ ഫാമിലിയില്. ശരിക്കും അപ്പൊ ക്രൂരമായ ഒരു അച്ഛനാണല്ലോ അത്. 35 വർഷം കൊണ്ട് അവരുടെ തലമുറയെയും നമ്മൾ നോക്കി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഫാമിലിയിലുള്ളതാണ് ഞാൻ. എന്നുവെച്ചാൽ SLC വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ പുറമേ ഉള്ള ഒരു കാര്യവും യാതൊരു ബന്ധവുമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് ആരെ വിട്ടെങ്കിലും ചെയ്യിക്കും. കാര്യങ്ങളെല്ലാം അവരാണ് ഓക്കെ ആക്കുന്നത്. ഞാൻ ഒന്നിനും പോയോ ഇറങ്ങിയോ അറിയില്ല. ഈ ഒരു 17 വയസ്സുകാരി ചെയ്തിരിക്കുന്ന ഒരു തെറ്റ്, അതായത് സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയി എന്നുള്ളത് 17 വയസ്സുകാരി അല്ലെങ്കിൽ 18 വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന ഒരു തെറ്റിന്റെ ഭാഗമായിട്ടാണ് അമ്മ ഇന്ന് ഈ കണ്ണീരും അതുപോലെ ഇത്രയും ഒരു ഭർത്താവിനെ പോലും നഷ്ടപ്പെട്ട ജീവിത സാഹചര്യത്തിൽ കൂടി പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് ഈ മകളെ സഹായിച്ചതിന്റെ പേരിൽ അമ്മയുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശിവസൂര്യയുടെ പിതാവ് അനീഷിവയുടെ പേരിൽ 14 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് കപ്പലണ്ടി വിറ്റ് നടന്നത്, അല്ലെങ്കിൽ ഐസ്ക്രീം വെച്ചത്, പിന്നെ എന്തിനാ കഷ്ടപ്പാടിന്റെ കഥകൾ മീഡിയയുടെ മുന്നിൽ പറഞ്ഞെന്നൊക്കെയാണ് പോസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അമ്മയ്ക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? 15 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 14 ലക്ഷം രൂപ അല്ല, 15 ലക്ഷം രൂപയാണ്. അതിൽ 5 ലക്ഷം രൂപ ആനിയുടെ പേരിൽ കൊടുക്കുകയും 10 ലക്ഷം രൂപ ശിവസൂര്യയുടെ അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇടുകയും നോമിനി ശിവസൂര്യ വെക്കുകയും 2-3 വർഷം കഴിഞ്ഞ് അയാൾ വിത്ഡ്രോ ചെയ്തെടുത്തോണ്ട് പോവുകയും ചെയ്യും. എന്തെങ്കിലും അതിനുള്ള ഡോക്യുമെന്റ്സ്? 5 ലക്ഷം രൂപ ആനി മണ്ണടി കോണത്തൊരു ചെറിയ വീടും വസ്തുവും മേടിച്ചു. അപ്പം ഇതാണ് 15 ലക്ഷം രൂപയുടെ ഒരു എമൗണ്ടിന്റെ കാര്യം. 14 അല്ല, 15 ലക്ഷം രൂപ. അതിനകത്ത് 5 ലക്ഷം രൂപ ആനി ശിവയുടെ അക്കൗണ്ടിൽ കൊടുക്കുകയും ബാക്കി 10 ലക്ഷം രൂപ ശിവസൂര്യക്ക്, നോമിനി ശിവസൂര്യ എന്നുള്ള വെച്ചിട്ട് ആളുടെ, അതായത് ശിവസൂര്യയുടെ അച്ഛന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ആ പൈസ ആള് എത്രയിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? 2017 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത്. അപ്പൊ 2017 ആള് തന്നെ അത് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ എന്താണ് അമ്മ ഈ പൈസ ഇനി കോടതിയിൽ പരാതി കൊടുക്കാൻ പോകുന്നു. ഇത്ര ആയ സ്ഥിതിക്ക് ഇനി ആ പൈസ മേടിച്ചിട്ടേ ബാക്കി കാര്യം. അതെ, പിന്നെ തുടർന്നുള്ള കുട്ടിയുടെ പഠിത്തം, ശിവസൂര്യയുടെ പിതാവ് വേറെ വിവാഹം കഴിച്ചു എന്നുള്ളത് എന്തെങ്കിലും അറിയാവോ? പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, നമ്മളാരും കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാറുമില്ല. ശിവസൂര്യക്ക് ഇപ്പൊ എന്തെങ്കിലും ചിലവിന് കൊടുക്കുകയോ അല്ലെങ്കിൽ പഠിത്തത്തിന് വേണ്ടിയിട്ട്? ഇല്ല, ഇന്ന് വരെ ഒന്നിനും അങ്ങനെ പോയിട്ടുമില്ല, തന്നിട്ടുമില്ല. അപ്പൊ നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിന് മുന്നോട്ട് പോകാനുള്ള ആവശ്യം നമുക്ക് തോന്നിയിട്ടില്ല. അയാളിൽ നിന്നും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 15 ലക്ഷം രൂപയാണ് 14 ലക്ഷം രൂപയായി പോസ്റ്ററുകളിൽ വന്നതും ആ പൈസയാണ് അപ്പം ആനി ശിവ പുട്ടടിച്ച് തീർത്തെന്ന് പറയുന്നതും അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് വാസ്തവമല്ല. അല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്? ഈ ആനി ശിവയുടെ ജോലി കൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ, പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസം. നിങ്ങളും അമ്മയും മകളും കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി ജീവിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ അമ്മ ഒന്ന് ശ്രമിക്കാഞ്ഞത്? എന്താണ് അമ്മയുടെ ഹസ്ബൻഡുമായിട്ടൊന്ന് സംസാരിച്ച് ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ? അവിടെ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിയിൽ ഒരു 3-4 മാസം വരെ സ്ഥിരമായി ഞാൻ വിളിക്കുമായിരുന്നു. വിളിച്ചാൽ യാതൊരു മറുപടിയും തരത്തില്ല, ഫോൺ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇതായതുകൊണ്ട് നമ്മളൊരുമാതിരി ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് പിന്നെ വിളിക്കാറില്ല, യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു വിവാഹമോചിതം എന്താ കിട്ടാൻ കാരണം? അല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായി കല്യാണം കഴിച്ചിരുന്നില്ലേ? നിയമപരമായി കല്യാണം കഴിച്ചിരുന്നു, 84-ലായിരുന്നു. പിന്നെ യാതൊരു കാര്യവും നമ്മൾ സ്നേഹം പൈസ കൊടുത്ത് മേടിക്കേണ്ടല്ലോ, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നും നമ്മൾ അങ്ങോട്ട് ഒരു കാര്യത്തിനും ഞാനോ എൻ്റെ മകളോ പോയിട്ട്. അന്ന് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഇതുണ്ടോ അമ്മയുടെ കയ്യില്?
അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറയുന്നത് അമ്മ ഭാര്യയല്ല, അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചു എന്നുള്ള രീതിയിലാണ്. അതുപോലെ അയാൾ ഇറക്കി വിടുന്ന അന്നും ഞാൻ അയാളുടെ ഒരു സാധനമോ ഒരു പൈസയോ ഒരു ഇതുമില്ലാതെ ഉടുത്തിരുന്ന വേഷത്തിൽ മാത്രമാണ് അവിടെ ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ ഈ പറയുന്ന പോസ്റ്ററിലൊക്കെ പറയുന്നുണ്ടല്ലോ അമ്മ ഒരുപാട് സഹായിച്ചു, അമ്മ കപ്പലണ്ടി വിറ്റ് നടന്ന സംഭവ സമയത്ത് കുറെ പൈസ അക്കൗണ്ട് ഇട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ 2013 ആ പൈസ ഇടുന്നത്. 2014 അയാൾ പൈസ ഇടുന്നത് ആനിയുടെ പേരിൽ. 2010-ലും 2011-ലും വർക്കലയിൽ പലയിടത്തുമായി തെണ്ടി നടന്നപ്പോഴേ എന്താണ് ഈ പൈസയുമായിട്ട് എന്താണ് ബന്ധം? ആ പൈസയൊക്കെ കിട്ടിയോ ആനിക്ക്? ഇല്ല, എല്ലാ പൈസകളും പോയി ബാങ്കിലിട്ടെടുത്ത് ബാങ്കുകാരിൽ പൂട്ടിക്കൊണ്ട് പോയി. ആനിയുടെ പപ്പയുടെ പേരിലും ആനിയുടെ ജ്യേഷ്ഠന്റെ പേരിലുണ്ട്, എൻ്റെ പേരിലുണ്ട്, ആനിയുടെ പേരിലുണ്ട്, എല്ലാവരുടെയും പേരിലായിട്ട് 30 ലക്ഷം എമൗണ്ട് ഉണ്ട്. ശരിക്കും ഇതെല്ലാം ബാങ്കർ തട്ടിക്കൊണ്ട് പോയി. ശരി. അപ്പൊ ഈ പറഞ്ഞ പൈസ ഉണ്ട് എന്നൊക്കെ പറയുന്ന അവകാശവാദങ്ങളൊക്കെ വെറുതെ ആവുകയാണ്. ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച എല്ലാം ഒറിജിനൽ ഇതാണ്, ബോണ്ടുകളാണ്. ഇതൊരു എന്താണ്, ഒരു പ്രൈവറ്റ് സ്ഥാപനമാണല്ലോ. കാരണം അത് 23 വർഷം കൊണ്ട് നല്ലതായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ അങ്ങോട്ട് പൈസ ഇടുകയും നമ്മൾ ഇങ്ങോട്ട് ലോൺ എടുക്കുകയും എല്ലാം റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയും പലിശ കിട്ടിക്കൊണ്ടിരിക്കുകയും എല്ലാ പേരും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങൾ വരികയും 860 കോടി രൂപയാണ് അത് മൊത്തം. അതിന്റെ പേരിൽ കേസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ പൈസ കൊണ്ട് ഇവന്മാര് മുങ്ങി 35 ലക്ഷം രൂപയോ മാനേജർമാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽ ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ, ഈ ഒരു ഫണ്ടിന്റെ ഒക്കെ കാര്യം എന്താ അടിസ്ഥാനരഹിതമായ ഒരു ഇതല്ലേ വന്നിരിക്കുന്നത്? അതായത് ഇപ്പൊ ഇത്രയും പൈസകളൊക്കെ അമ്മ കൊടുത്തു എന്ന് പറയുന്നു, പിന്നെ എന്തിനു തെണ്ടിത്തിരിഞ്ഞ് നടന്നു എന്നാണ്? അല്ല, സ്വന്തം അമ്മ സ്വന്തം മകൾക്ക് കൊടുക്കുന്നതിൽ ആർക്കാണ് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും നാട്ടുകാർക്ക് ഒരു പ്രശ്നം തോന്നേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് ഇപ്പൊ എനിക്ക് അതിനുള്ളൊരു മറുപടി അമ്മയുടെ എനിക്കറിയാമായിരുന്നത് കൊണ്ട് മാത്രം ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ആഹാരം കൊടുക്കുമായിരുന്നു, മറ്റുള്ള രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ആരിൽ നിന്നും അവൾ ഒന്നും അംഗീകരിച്ചിട്ടുമില്ല, അവളൊന്നും മേടിച്ചിട്ടുമില്ല. പിന്നെ ഈ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം? അമ്മ എന്നുള്ള നിലയിൽ അമ്മയുടെ കടമകൾ അമ്മ ചെയ്തു, അതിന് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നാണ് അമ്മ പറയുന്നത്, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന എമൗണ്ട് ഒക്കെ ആൾക്കാർ കൊണ്ടുപോയി. അപ്പം ഈ പറയുന്ന 2013-ലാണ് ഈ അമ്മ പൈസ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2014-ലാണ് ശിവസൂര്യയുടെ അച്ഛൻ പൈസ ഇട്ടിരിക്കുന്നത്. ആ പൈസയാണ് പുള്ളി വിഡ്രോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പൊ ഈ 2010-ലും 2011-ലും അപ്പൊ എങ്ങനെയായിരുന്നു ഈ പറയുന്ന ആനി ശിവയും ഈ കുഞ്ഞ് ജീവിച്ചത്? വലിയ കഷ്ടപ്പാടിൽ കൂടി 10-11-ലും ജീവിച്ചു, പലയിടങ്ങളിലും തണ്ടി നടന്നു, അങ്ങനെയൊക്കെയുള്ള കാഴ്ച അതില്. അപ്പൊ ഈ പറഞ്ഞ 2010-ലും 2011-ലും ഈ പറയുന്ന വർക്കലയും അതുപോലെ പല സ്ഥലങ്ങളിലും ഐസ്ക്രീം വിറ്റും ഈ പറഞ്ഞ കപ്പലണ്ടി, ഈ പോസ്റ്റിൽ പരാമർശിച്ച പോലെ കപ്പലണ്ടി വിറ്റും ഐസ്ക്രീം വിറ്റും ഒക്കെ ജീവിച്ചിരിക്കുന്നത്. 2013-ലിട്ട ഈ പൈസ കൊണ്ട്, അല്ലെങ്കിൽ ബാങ്കിലിട്ട ഈ പൈസ കൊണ്ട് ഈ പറയുന്ന ആനി ശിവയ്ക്കും ഈ പറയുന്ന ശിവസൂര്യക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് എങ്ങനെയാണ് വഴിയുണ്ടാക്കുക? അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഇങ്ങനെ ഒരു അടിസ്ഥാന രഹിതമായ ഒരു പോസ്റ്റിൽ കൂടി എന്താണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ജനസമൂഹത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പോസ്റ്റ് വിട്ടത് കൊണ്ട് എന്താണ് മെച്ചമുണ്ടായിരിക്കുന്നത്? അമ്മയ്ക്ക് എന്താണ് അതിനകത്ത് തോന്നുന്നത്? എങ്ങനെയാണ് അപ്പൊ ഈ പറയുന്ന ഇത്രയും കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ആനി ശിവയും ഈ ശിവസൂര്യയും ജീവിച്ചു പോകുന്നത്? അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇപ്പൊ അമ്മ തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന പൈസ ഇട്ടിരിക്കുന്നു, ഈ പൈസ അവര് തന്നെ മുക്കിക്കൊണ്ട് പോയി. ശിവസൂര്യയുടെ അച്ഛൻ കൊടുത്തെന്ന് പറഞ്ഞ പൈസ അയാൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹം വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. അപ്പൊ പിന്നെ എങ്ങനെ ഇവർ ജീവിച്ചു? അപ്പോഴാണ് ഈ പലയിടത്തും തണ്ടി നടന്നതും ഈ പറയുന്ന രീതിയിൽ കപ്പലണ്ടി കച്ചവടവും ഐസ്ക്രീം വിറ്റതും ഒന്നും പറഞ്ഞു നടന്നത്. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള കച്ചവടമാണെന്നോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജീവിത സാഹചര്യമാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നെന്നുള്ളത്. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആയിരിക്കാം ഇങ്ങനെയുള്ള ജോലികൾ ആൾക്കാർ എടുക്കുന്നത്. അതുപോലെ ആനി ശിവ പല ഇന്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നുണ്ട്, അന്നത്തെ സാഹചര്യത്തിൽ ആനി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഐസ്ക്രീം വിറ്റിട്ടുണ്ട്, ചായ അടിച്ചിട്ടുണ്ട്, അതുപോലെ സേവനയുടെ കറി പൗഡറുമായി ഡോർ ടു ഡോർ സെയിൽ ചെയ്തു. അങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് അമ്മയുടെ മുന്നിൽ കൂടി ആയതുകൊണ്ടായിരിക്കും അമ്മ ഇത്രയും മാത്രം സഹായിച്ചു എന്ന് പറയുന്നത്. അത് മറ്റൊരാൾക്ക് അതിന് ചോദ്യം ചെയ്യേണ്ട അവകാശമില്ല.
ശരിക്കും പറഞ്ഞാൽ. എന്നിരുന്നാലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിനെ ചോദ്യം ചെയ്യേണ്ട അവകാശമില്ല. അതൊക്കെ നിങ്ങൾ അമ്മയും മകളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ്. ഷാജി എന്ന് പറയുന്ന ബസ് ഡ്രൈവർക്ക് ഏകദേശം 53-54 വയസ്സുണ്ട്. ആ മനുഷ്യനാണ് ഏതൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആനി ശിവയെ സഹായിച്ചത്. അതിന്റെ പേരിലാണ് ഈ പറഞ്ഞതുപോലെ വൃത്തികെട്ട പോസ്റ്ററുകളും അതുപോലെ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ വാസ്തവം അപ്പൊ അമ്മ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ ഒരു വ്യക്തി മനുഷ്യപ്പറ്റിന്റെ പേരിൽ സഹായിച്ചിരിക്കുന്നതാണ്. എത്രത്തോളം അമ്മയ്ക്ക് ആ മനുഷ്യനെ അടുത്തറിയാമായിരുന്നു? ആനിയെ സഹായിച്ച ഡ്രൈവറിനെ എനിക്കറിയാമായിരുന്നു, നേരിട്ട് അറിയാമായിരുന്നു. ആനിയുടെ സഹായങ്ങൾക്ക് വേണ്ടി അയാൾ കുറെ സഹായിച്ചിട്ടുമുണ്ട്. 2 മക്കളും ഭാര്യയായിട്ട് കുടുംബമായിട്ട് കഴിയുന്നവരാണ്. അവർ ഇങ്ങോട്ട് നമ്മളെ ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും പോകാറുണ്ട്. നമുക്കാർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് നാട്ടുകാർക്ക് പ്രശ്നം? ഇപ്പൊ നാട്ടുകാർക്കാണ് പ്രശ്നങ്ങൾ മൊത്തം. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ അമ്മയോട് ചോദിക്കട്ടെ. അമ്മേനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഈ പറഞ്ഞ ആനി ശിവ 17-18 വയസ്സിൽ ഒരു പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയി. ആ ഒരു കാലഘട്ടം മുതൽ ഇതുവരെ ആൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ആളുടെ പല ഇന്റർവ്യൂവും കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോഴത്തെ ഈ പോസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അപ്പം ഒരു സ്ത്രീയെ ഇങ്ങനെ ഇത്രമാത്രം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറെ നമുക്ക് കളയാം, ഒരു സ്ത്രീയെ ഇത്രമാത്രം തേജോവരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ളത് എന്ന് അമ്മയ്ക്ക് തോന്നുന്ന ഒരു കാര്യം? ഇത് നമ്മുടെ ഫാമിലിയിൽ ആരോ ഒരാള് ഈ അഡ്വക്കേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. അത് അവളുടെ ആനിയുടെ പപ്പയോ ആനിയുടെ ബ്രദറോ ആയിരിക്കില്ല. ഇതിൽ ഫാമിലിയിൽ ഒരാളുണ്ട്, ആരോ ഒരാളുണ്ട്. അതാണ് ഇത്രയും ഈ കാര്യങ്ങൾ ഇത്രയും മുന്നോട്ട് പോകുന്നതും കാര്യങ്ങളെല്ലാം നടത്തി പോകുന്നതും. ആളെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അത് സാമ്പത്തിക നേട്ടം തന്നെ. ആനയുടെ പപ്പയുടെ സ്വത്തിൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ഈ കളിയെല്ലാം കളിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പൊതുസമൂഹത്തില് ഈ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന ആനി ശിവ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ 17 വയസ്സ് തൊട്ട് ഒരുപാട് കഷ്ടപ്പാടും ദുരിതത്തിലും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, ഒരു കുട്ടിയെ, ശിവസൂര്യ എന്ന് പറയുന്ന ഒരു മകനെ തള്ളിക്കളയാണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെന്ത് ജോലി ചെയ്തോട്ടെ, സമൂഹത്തിലെ എന്ത് തന്നെ ജോലികൾ അവർ ചെയ്തോട്ടെ, പക്ഷെ ആ കുട്ടിയെ പൊതിഞ്ഞു പിടിച്ച് അമ്മയുടെ കരവലയത്തിനുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരെ എന്തിനാണ് ഈ സമൂഹം ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കൂടി കഴിയുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു മറുപടി അമ്മ പറയുന്നത്, പൊതുസമൂഹത്തിന് അല്ല ബുദ്ധിമുട്ട്, കുടുംബത്തിൽ തന്നെ ഉള്ള ആരോ ഒരാൾ ഇവരുടെ സ്വത്തിനും അല്ലെങ്കിൽ ആനി ശിവയുടെ അച്ഛന്റെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ആനി ശിവയെ ബലിയാടാക്കുക എന്നുള്ളതാണ് എനിക്കും ഈ പറയുന്ന അമ്മയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ ഞാൻ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കാണുമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയുടെ എന്റെ ചോദ്യങ്ങൾ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കി. ആദ്യമായിട്ടായിരിക്കും അമ്മ ഒരു മീഡിയയുടെ മുന്നിൽ ഇരിക്കുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അമ്മയുടെ മുഖത്ത് കാണാനും ഉണ്ട്. അപ്പൊ അമ്മ ഇനി എന്നും മകളോടൊപ്പം തന്നെ മുന്നോട്ട് പോകും. എപ്പോഴെങ്കിലും അമ്മയുടെ ഭർത്താവ് വന്ന് അമ്മയെ തിരികെ വിളിച്ചാൽ അമ്മ പോകും? യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ആ ഭർത്താവിന് ഡിവേഴ്സ് കൊടുത്ത കാലം തൊട്ട് മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അതുവരെ ഉണ്ടായിരുന്നു, ഇന്ന് മാറും നാളെ മാറും, ഇതെല്ലാം ക്ലിയറായി വരും എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിലോട്ട് എത്താൻ കഴിയില്ലേ? അങ്ങനെ വേണ്ടല്ലോ. സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലല്ലോ. ഇത്രയും വർഷക്കാലം അമ്മയുടെ കൂടെ ജീവിച്ചതല്ലേ മനുഷ്യൻ. അവർക്ക് മനസ്സിലാകണ്ടേ? എങ്ങനെ മനസ്സിലായല്ലോ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 2 കുഞ്ഞുങ്ങളെയും വളർത്തി അവർ ഈ രീതിയിൽ എത്തിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഈ വേദന മാത്രമല്ലേ ഉള്ളൂ. യാതൊരു തെറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. ഒരു തെറ്റിനും പോകത്തില്ല. ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും ആളുകളുടെ പഴിയും പരിഭവങ്ങളും കേട്ട് ഇത്രയും കാലം അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് യാതൊന്നും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ വിട്ടു. ഭർത്താവും വേണ്ട, മോനും വേണ്ട, കൊച്ചുമക്കളും വേണ്ട. സാരമില്ല, നമുക്ക് അറിയണ്ട.
സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെല്ലാവരും നമ്മളെ പിന്തള്ളിയില്ലേ. ഇതൊക്കെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിന് ആരും വേണ്ട. അപ്പൊ ഈ പറഞ്ഞ ആനിയും അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഒട്ടും വേണ്ട. ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും അങ്ങനെയുള്ള യാതൊരു ബന്ധത്തിനും ഇനി ഞാനില്ല. ഈ പറഞ്ഞ ആനി ശിവയുടെ പല ഇന്റർവ്യൂവിലും ആനി ശിവ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, നീ പഠിച്ചൊരു നല്ല ജലയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ തിരിച്ച് നിന്നെയും മകനെയും വീട്ടിലോട്ട് കയറ്റാം എന്ന് പിതാവ് പറഞ്ഞതായിട്ട് ആനി ശിവ പറയുന്നുണ്ട്. എന്നാൽ അത് പിതാവ് നിരസിച്ചതായിട്ട് വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ ആനി ശിവയ്ക്ക് കൊടുത്തതാരാണ്? ഞാനാണ് ആനിയോട് പറഞ്ഞത്, പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നിന്നെയും മകനെയും ഞങ്ങളുടെ വീട്ടിൽ കയറ്റും എന്നുള്ള രീതിയിൽ ഞാനാണ് അവളുടെ. അതാണ് ഓക്കെ. അപ്പൊ അമ്മയാണ് ആനി ശിവ പഠിച്ച് വലിയൊരു ഉദ്യോഗസ്ഥയായാൽ വീട്ടിലേക്ക് തിരികെ കയറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയുടെ ആ ഒരു മോട്ടിവേഷനിലാണ് ആനി ശിവ ഇന്നത്തെ നിലയിൽ എത്തിയത്. അപ്പൊ ആനി ശിവയുടെ കഷ്ടപ്പാടിന്റെ പുറകിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്. എന്നെങ്കിലും തിരികെ വീട്ടിലോട്ട് കയറാം, എനിക്കും മകനും തിരികെ വീട്ടിലോട്ട് കയറാം എന്നുള്ളൊരു പ്രതീക്ഷ കൊടുത്തത് അമ്മയാണ്. അപ്പൊ ഈ പൊതുസമൂഹത്തില് ഒരുപാട് കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഒരുപാട് ത്യാഗവും ആനി ശിവ സഹിച്ചാണ് ഇത്ര നാളും എത്തിയെന്ന് എനിക്ക് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം പൊതിഞ്ഞു കെട്ടി അമ്മ കൊടുത്തത് പോലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരാമർശിച്ച് മറ്റുള്ള പൊതുജനം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അതിനുള്ള അധികാരമില്ല. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചത് ആനി ശിവയാണ്, അത് പഠിക്കാൻ പ്രചോദനമായത് അമ്മയുടെ വാക്കുകളാണ്. അപ്പൊ പൊതുസമൂഹത്തിലോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ വെറുതെ വിടുക, ഒന്നിനും വരത്തില്ല, ഞങ്ങളെ വെറുതെ വിടുക.